നെന്മാറ എം.എൽ.എ. കെ ബാബു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്ത തള്ളി CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ആരുമായും ബാബു ചർച്ച നടത്തിയിട്ടില്ല. മാധ്യമങ്ങളിൽ വന്നത് തെറ്റായ വാർത്തയാണ്. മകന്റെ അഡ്മിഷൻ ആവശ്യത്തിനായാണ് കെ ബാബു ബംഗളൂരുവിൽ പോയതെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. അതൊക്കെ തെറ്റായ പ്രചരണം. കെ ബാബു MLA പാലക്കാട് ജില്ലയിലെ CPMന്റെ നേതാവാണ്. അദ്ദേഹത്തിനോട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അദ്ദേഹം മകൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ അദ്ദേഹം ബാംഗ്ലൂരാണ്. അപ്പോൾ അനാവശ്യമായി മാധ്യമങ്ങളിൽ വന്ന വാർത്ത, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സഖാബ് ബാബുവുമായി ബന്ധപ്പെടുകയുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ഒരാളുമായിട്ട് ചർച്ചയ്ക്കും പോയിട്ടില്ല, ചർച്ച ചെയ്തിട്ടുമില്ല, ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ്, അത് തെറ്റായ പ്രചരണങ്ങളാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇക്ബാൽ, കെ ബാബുവിന് സീറ്റ് കിട്ടാത്തതുമായി ബന്ധപ്പെട്ട അതൃപ്തിയുണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനിടയിൽ ബാബുവുമായി UDF നേതാക്കൾ ബന്ധപ്പെടുന്നു, ഒരു വിസ്മയത്തിന് ശ്രമിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അത് പൂർണ്ണമായി തള്ളുകയാണോ CPIM ജില്ലാ നേതൃത്വം? ഇക്ബാൽ, റീജിത്ത്, ഈ വാർത്ത പൂർണ്ണമായും CPM ജില്ലാ നേതൃത്വം തള്ളുന്നുണ്ട്. പക്ഷേ നെന്മാറയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കെ ബാബു MLAക്ക് കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ളത് കെ ബാബുവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്തവണ നെന്മാറ മണ്ഡലത്തിൽ കെ ബാബുവിന് ഒരു ഇളവ് നൽകണമെന്നുള്ളത് CPMന്റെ പാലക്കാട് ജില്ലാ നേതൃത്വത്തിന് ആദ്യഘട്ടത്തിൽ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വമാണ് കെ ബാബുവിന് അത്തരത്തിലൊരു ഇളവ് നൽകേണ്ട, പകരം നിലവിലെ അവിടെ നെന്മാറയിലെ ഏരിയ സെക്രട്ടറിയുള്ള കെ പ്രേമനെ മത്സരിപ്പിക്കാമെന്നൊരു തീരുമാനം എടുക്കുന്നു. അതിന് പിന്നാലെ തന്നെ അതൃപ്തി കൃത്യമായി തന്നെ കെ ബാബുവിന് ഉണ്ടാവുന്നു. അത് അദ്ദേഹത്തിന് അടുത്ത പല ആളുകളുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇന്നലെയാണ് കെ ബാബു തന്റെ മകന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. പിന്നാലെ ഈ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികളിലേക്ക് കെ ബാബു വരുന്നില്ല എന്നുള്ള കാര്യം ജില്ലാ നേതൃത്വം അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ കോൺഗ്രസ് നേതാക്കൾ കെ ബാബുവുമായി ചർച്ച നടത്തി എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ പുറത്തുവിടുകയായിരുന്നു. കോൺഗ്രസിലെ A ഗ്രൂപ്പ് വിഭാഗത്തിലെ ചില നേതാക്കളാണ് കെ ബാബുവിനെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് നെന്മാറയിൽ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ കഴിയുമോ എന്ന രീതിയിലുള്ള പല ചർച്ചകളും നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഡൽഹിയിൽ നിന്ന് ഉൾപ്പെടെ പല കോൺഗ്രസ് നേതാക്കളും കെ ബാബുവിനെ ഫോണിൽ ബന്ധപ്പെട്ടു എന്ന രീതിയിലുള്ള വിവരങ്ങളും കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ വിവരങ്ങളെല്ലാം പൂർണ്ണമായും അസംബന്ധമാണ്, അല്ലെങ്കിൽ അക്കാര്യങ്ങളൊന്നും ഒരു രീതിയിലും നടന്നിട്ടില്ല എന്നുള്ളതാണ് CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറയുന്നത്. കോൺഗ്രസിനെ പാലക്കാട് ജില്ലയിൽ പലയിടത്തും സ്ഥാനാർത്ഥി ദാരിദ്ര്യമുണ്ട്, അത് മറികടക്കാൻ വേണ്ടി അവർ CPMൽ നിന്നും പല ആളുകളെ എത്തിക്കുന്നു എന്ന രീതിയിൽ വ്യാമോഹം കാണുകയാണ്. കെ ബാബു ഒരു അടിയുറച്ചുള്ള CPMകാരാണ്, CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഒരിക്കലും കെ ബാബുവിനെ ഒന്നും കോൺഗ്രസിനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത്. മാത്രമല്ല കെ ബാബുവുമായി ഒരു രീതിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വ ചർച്ച നടത്തിയിട്ടില്ല എന്നും CPMന്റെ ജില്ലാ നേതൃത്വം പറയുന്നു. കെ ബാബുവുമായി ഫോണിൽ ബന്ധപ്പെട്ടതിന് ശേഷമാണ് CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇത്തരത്തിലൊരു പ്രതികരണം ഇന്ന് നടത്തുകയും ചെയ്തിട്ടുള്ളത്. റീജിത്ത്, ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.